പയ്യന്നൂരിൽ ആളൊഴിഞ്ഞ വീട്ടിൽ കൊല്ലപ്പെട്ട അനിലയുടേത് കൊലപാതകമെന്ന് സഹോദരൻ അനീഷ്. അനിലയും ജീവനൊടുക്കിയ സുദർശന പ്രസാദും സുഹൃത്തുക്കളാണ്. ഇവരുടെ ബന്ധത്തെക്കുറിച്ച് മുൻപും പ്രശ്നങ്ങളുണ്ടായിരുന്നു. കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായി സംശയിക്കുന്നുവെന്നും സഹോദരൻ പറഞ്ഞു. ഇതിപ്പോൾ ഇന്നലെ രാവിലെ ഒരു 8:30 മുതലാണ് വീട്ടിൽ നിന്ന് മിസ്സായത്. അപ്പോൾ 8:30 എന്ന് പറയുമ്പം ഏകദേശം എല്ലാ ദിവസവും അവൾ ജോലിക്ക് പോകുന്ന അതേ ബസ്സിന് തന്നെ രാവിലെ പോയത്. അപ്പോൾ ഇന്നലെ പോയത് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഡ്രസ്സിലാണ് പോയി ഏകദേശം ഒരു 11:30 വരെ ഏകദേശം ഓൺലൈനിലുണ്ടായിരുന്നു രാവിലെ നെറ്റിൽ. പിന്നെ അതിനുശേഷം നെറ്റ് ഓഫായി. പിന്നെ ഇന്നലെ 5:40 ബസ്സിന് ഏകദേശം നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തുന്നതാണ്. അപ്പോൾ ഇന്നലെ നാട്ടിലെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് ശേഷം നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങി. പിന്നെ സ്റ്റേഷനിൽ പരാതി കൊടുത്തു, പെരിങ്ങോത്ത്. പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ പോയ സ്ഥലങ്ങളൊക്കെ നോക്കി. അപ്പോൾ അതിന് ശേഷമാണ് ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ഇത് സ്ഥിരീകരിച്ചത്. ഇങ്ങനെ ബോഡി ഇവിടെ ഇതായിട്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ അവളെ മൊബൈൽ നമ്മളെ വെള്ളോറ ഇത് ചെയ്തവർ വെള്ളോറ കൊണ്ട് ചാടിയിട്ടുണ്ട്. അവിടെ മൊബൈൽ ഇപ്പോൾ അവളെ ലൊക്കേഷൻ കാണിക്കുന്ന വെള്ളോറയാണ്, അവളെ നാട്ടിൽ തന്നെ. അപ്പോൾ ഇത് ചെയ്തത് ഒരു വ്യക്തിയല്ല. ഇതിനിടയിൽ അവൻ്റെ സഹായത്തിൽ ആരോ 2-3 പേര് ഇതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തിനെ ചെറിയ പരിചയമുള്ളൂ. ഫെലിക്സ് വിവരങ്ങൾ നൽകും. ഫെലിക്സ്, ഇപ്പോൾ സഹോദരൻ ഇങ്ങനെ ഒരു ആരോപണം, കൊലപാതകം എന്ന സംശയം, പോലീസ് നിലവിലെ വിവരങ്ങൾ വെച്ച് പോലീസിന്റെ അനുമാനം എന്താണ്? ദിവിഷ്, പോലീസും കൊലപാതകം എന്ന സംശയത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. അതായത് ഈ സുദർശന പ്രസാദ് എന്ന വ്യക്തിക്ക് ഒരു വീട്, അതായത് ആ വീട്ടിലെ ആളുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ടൂർ പോയിരുന്നു. അതുകൊണ്ട് സുദർശന പ്രസാദിനോട് ഈ വീട് നോക്കണം എന്നാവശ്യപ്പെട്ടിട്ട് അവർ പോയി. അങ്ങനെ സുദർശന പ്രസാദിനെ ഇന്ന് രാവിലെ ഈ വീട്ടുകാർ ബന്ധപ്പെട്ടപ്പോൾ ഫോൺ ലഭിച്ചില്ല. അങ്ങനെ ഒരു ബന്ധുവിനെ വിവരം അറിയിച്ചു. അങ്ങനെ ബന്ധു വന്ന് ഈ വീട് തുറന്ന് പരിശോധിക്കുമ്പോഴാണ്, വീട് തുറന്നാണ് കിടന്നത്, ഒരു സ്ത്രീയുടെ മൃതദേഹം അവിടെ കിടക്കുന്നത് കാണുന്നത്. പിന്നീടാണ് ഇത് അനിലയാണെന്ന് മനസ്സിലാകുന്നത്. ഈ അനിലയും സുദർശന പ്രസാദും മാതമംഗലം സ്വദേശികളാണ്. ഇവർ നേരത്തെ സുഹൃത്തുക്കളായിരുന്നു. ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞ് പരിഹരിച്ചതാണ് എന്നതാണ് ഇപ്പോൾ ഈ അനിലയുടെ സഹോദരൻ തന്നെ വ്യക്തമാക്കുന്നത്. പിന്നീടാണ് ഈ പറയുന്ന സുദർശന പ്രസാദിനെ മറ്റൊരിടത്ത് തൂങ്ങി മരിച്ച നിലയിലും കാണപ്പെടുന്നത്. ഇപ്പോൾ ഈ അനില മരിച്ച സമയത്ത് അനിലയുടെ സമീപത്തായി, മരിച്ചു കിടക്കുന്നതിന് സമീപത്തായി രക്തക്കറകളും പരിക്കേറ്റതായും കാണുന്നുണ്ട്. പോലീസ് ഇതൊക്കെ തന്നെയാണ് ഇതൊരു കൊലപാതകമാണെന്ന സംശയം കൂടുതൽ ബലപ്പെടുത്തുന്ന തെളിവുകളായി പറയുന്നത്. അതായത് അനിലയെ ഈ സുദർശന പ്രസാദ് കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തു എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണം, ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താനെന്ന് പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നിലവിൽ മൃതദേഹമുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ പൂർത്തിയായ ശേഷം മാത്രം കൂടുതൽ കാര്യങ്ങൾ വിവരിക്കാം എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ മാതമംഗലത്ത് താമസിച്ചിരുന്ന ഈ അനില ഏതാണ്ട് 22 കിലോമീറ്റർ ഇപ്പുറത്തുള്ള പയ്യന്നൂർ അന്നൂരിലെ ഒരു വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇത്രയധികം ദൂരം എങ്ങനെ എത്തി, ആരാണ് കൊണ്ടുവന്നത്, തീർച്ചയായും അത് സുദർശന പ്രസാദ് തന്നെയാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് ബന്ധുക്കളിൽ നിന്നടക്കം ലഭിക്കുന്ന വിവരം. ഏതായാലും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ പേർ ഉണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ സഹോദരൻ പങ്കുവെക്കുന്നുണ്ട്. ആ കാര്യം ഏതായാലും ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ശരി.